കലോത്സവത്തിലെ വിജയിക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണക്കപ്പിന്റെ കഥയറിയാം. 1985 കൊച്ചിയിൽ രജത ജൂബിലി കലോത്സവം നടക്കുമ്പോൾ മത്സരങ്ങൾ കാണാനെത്തിയതായിരുന്നു മലയാളത്തിന്റെ പ്രിയ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അതേസമയത്ത് തന്നെ നെഹ്റു ട്രോഫി സ്വർണ്ണക്കപ്പിനുള്ള ഫുട്ബോളും കൊച്ചിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ സ്വർണ്ണക്കപ്പിന് വേണ്ടിയുള്ള കാൽപന്താവേശം മനസ്സിലാക്കിയ വൈലോപ്പിള്ളിയുടെ മനസ്സിൽ കലയ്ക്ക് വേണ്ടിയും ഒരു സ്വർണ്ണക്കപ്പ് വേണം എന്ന ആശയം ഉദിച്ചു. ഇത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി TM ജേക്കബുമായി പങ്കുവച്ചു. ഇതേ തുടർന്ന് സംഭാവന പിരിച്ചാണ് സ്വർണ്ണക്കപ്പിനുള്ള പണം കണ്ടെത്തിയത്. കപ്പിന്റെ രൂപകൽപ്പന നടത്തിയത് ചിത്രകാരനായ ചിറയൻകീഴ് ശ്രീധരനാണ്. വിദ്യ, കല, നാദം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന രീതിയിലായിരുന്നു സ്വർണ്ണക്കപ്പിന്റെ രൂപകൽപ്പന. ഈട്ടിയിൽ തീർത്ത പീഠത്തിന് മുകളിൽ ഗ്രന്ഥവും അതിനുമേൽ വളയിട്ട കയ്യിൽ വലമ്പിരി ശംഖും ചിത്രീകരിച്ചാണ് കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ്. 18 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയുമുണ്ട് കപ്പിന്. 1987 പത്തനംതിട്ടയിലെ ഷാലിമാർ ജ്വല്ലറിയാണ് കപ്പ് നിർമ്മിക്കാനുള്ള കരാർ ഏറ്റെടുത്തത്. പിന്നീട് കോയമ്പത്തൂരിലെ മുത്തുസ്വാമി കോളനിയിലെ T വരദരാജനും V ദണ്ഡപാണിയും അടക്കം 5 പേർ ചേർന്ന് 1.5 മാസം എടുത്താണ് ഇന്ന് കാണുന്ന സ്വർണ്ണക്കപ്പുണ്ടാക്കിയത്. TCV തൃശൂർ.